ഇന്ന് ഈ സൂചിപ്പാറ മുതൽ ചാലിയാർ വരെയുള്ള പ്രദേശത്ത് അവിടെ മനുഷ്യനിറങ്ങി ഇപ്പോഴത്തെ കാലാവസ്ഥയും അതുപോലെയുള്ള വെള്ളച്ചാട്ടമൊക്കെ കാരണം അത് മൃതദേഹങ്ങളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്റർ വഴി അവിടെ കമാൻഡോകളെയും അതുപോലെ റവന്യൂ വന ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രത്യേക സംഘമുണ്ട്. അവരെ അവിടെ ഇതിൽ വൈദഗ്ധ്യം നേടി ഇവരെ അവിടെ ഇറക്കിയിട്ട് അവിടെ പരിശോധന നടത്താനാണ് പോകുന്നത്. അതിന് ആർമിയുടെ പാങ്ങോട് നിന്നുള്ള ഉദ്യോഗസ്ഥരാണുള്ളത്. ഇവിടെ ESKMJ സ്കൂളിൻ്റെ ഇവിടെ ആണ് ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇവർ ആർമിയും അതുപോലെ തന്നെ റവന്യൂവിൻ്റെയും ഫോറസ്റ്റിൻ്റെയൊക്കെ വൈദഗ്ധ്യം നേടിയ സംഘാംഗങ്ങൾ കയറിയിട്ട് അവർ ഇതിലേക്ക് അവിടെ പോയി പരിശോധിക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ രാവിലെ അല്പം മഴയും ചെറിയ മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ മാറി വരുന്നുണ്ട്, ചെറിയ രീതിയിൽ വെയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മലയാളി കൂടിയുണ്ട്, ഋഷി. അദ്ദേഹം ലഫ്റ്റനൻറ്റ് കേണലാണ്, പാങ്ങോട് ആർമി ക്യാമ്പിലാണ്. സാർ, ഇന്ന് ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും? ചൂരൽമല ഏരിയയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ 3 വെള്ളച്ചാട്ടത്തോളമുണ്ട്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള ഏരിയ ബേസിക്കലി കവർ ചെയ്യുന്നത്. ആൾക്കാരെ ഇറക്കി പരിശോധിക്കുകയാണോ അതോ ഓപ്പറേഷനായിട്ടാണ് ചെയ്യുന്നത്? ഒരു ജോയിൻ്റ് ഓപ്പറേഷനാണിത്. അപ്പോൾ അതിൽ തന്നെ ഹെലികോപ്റ്ററിൽ വെച്ചിട്ട് ആൾക്കാരെ അവിടെ ഇറക്കി ഒരു 12 മെമ്പർ ടീം, ഒരു കോമ്പോസിറ്റ് ഗ്രൂപ്പായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവർ പോയിട്ട് ഈ ഒരു ഏരിയ കവർ ചെയ്യും. ഇവിടെ മനുഷ്യന് എത്താൻ പറ്റാത്ത ഒരു പ്രദേശങ്ങളാണല്ലേ, മാനുവലായിട്ട് അവിടെ ഇറങ്ങാൻ നമുക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല? ഇല്ല, നേരിട്ട് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെലിബോൺ ഓപ്പറേഷൻ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇത് തുടരുന്നുണ്ട്. ഇത് ഡിപ്പെൻഡ് ചെയ്യും, എവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളത് കണ്ടിന്യൂ ചെയ്യും. അവസാനം വരെ എന്തെങ്കിലും മൃതദേഹങ്ങളുടെ മൃതദേഹങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കാം അല്ലേ? അത് തന്നെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരൊക്കെയുണ്ട്? വനംവകുപ്പിൻ്റെ ഗൈഡ്സിനെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ SOGയുടെ ഗൈഡ്സ് നമ്മളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ കണ്ടെത്താൻ പറ്റുന്നതും കണ്ടെത്തുക അല്ലേ? അതെ അതെ. ലഫ്റ്റനന്റ് കേണൽ ഋഷിയാണ്, അദ്ദേഹമാണ് ഇന്നത്തെ ഈ ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞത്. അതായത് എവിടെയെങ്കിലും ഒരു മൃതദേഹം കണ്ടെത്താനുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിൽ വനംവകുപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വൈദഗ്ധ്യം നേടിയ സംഘാംഗങ്ങൾ കൂടി ആർമി സംഘത്തെ സഹായിക്കുന്നുണ്ട്. ഇവരിപ്പോൾ ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇന്നലെ റവന്യൂ മന്ത്രിയും പറഞ്ഞതുപോലെ സാധ്യമായതെല്ലാം ചെയ്യും, കാരണം കണ്ടെത്താനായിട്ട് സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആർമിയുടെ അതുപോലെ തന്നെ സംസ്ഥാനത്തെ വനംവകുപ്പ് അടക്കമുള്ള സേനകളുടെ വൈദഗ്ധ്യം നേടിയ സംഘാംഗങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ പ്രത്യേക മഞ്ഞു അടക്കമുള്ള കാലാവസ്ഥ, പ്രത്യേകിച്ച് 2 വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് മനുഷ്യന് നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഹെലികോപ്റ്ററിൽ ചെന്ന് ഇതിൽ വൈദഗ്ധ്യം നേടിയ സംഘാംഗങ്ങളെ അവിടെ ഇറക്കിക്കൊണ്ട് അവിടെ തിരച്ചിൽ നടത്താനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ സൂചിപ്പാറ മുതൽ ചാലിയാർ വരെയുള്ള പ്രദേശത്തെ നദീതീരങ്ങൾ, പ്രത്യേകിച്ച് മൃതദേഹങ്ങൾ ഒഴുകി അവിടെ നേരത്തെ നിരവധി മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ മൃതദേഹങ്ങളുടെ മൃതദേഹങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടെത്തുക എന്നുള്ളൊരു ഭഗീരഥ പ്രയത്നം, അതും ഹെലികോപ്റ്റർ സഹായത്തോടു കൂടി ആർമിയെ അതുപോലെ തന്നെ വനംവകുപ്പ് അതുപോലെ ഇതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയവരുടെ സഹായത്തോടു കൂടി തന്നെ അവിടെ തിരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ കൽപ്പറ്റ SKMJ സ്കൂളിലെ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ രാവിലെ മോശമായിരുന്നു, പക്ഷേ ഇപ്പോൾ വെയിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 8 മണിയോടുകൂടി ഈ ഓപ്പറേഷൻ തുടങ്ങാൻ കഴിയുമെന്നാണ് ആർമി വൃത്തങ്ങൾ പറയുന്നത്. ബിജു, അതായത് ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 180-ലേറെ പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഇവരൊക്കെ എവിടെയാണെന്ന കാര്യത്തിൽ നമുക്കൊന്നും അറിയില്ല. കാരണം മുണ്ടക്കൈ പ്രദേശത്തെല്ലാം യന്ത്രക്കൈകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും. അപ്പോഴും ആ ഭാഗത്തു നിന്ന് അധികം മൃതദേഹങ്ങൾ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചാലിയാറിനെ കേന്ദ്രീകരിച്ച് ഈ കാണാതെ പോയവരുടെ ശരീരങ്ങളോ കിട്ടാനുള്ളൊരു സാധ്യത അവർ പറയുന്നുണ്ടോ? ചിലപ്പോൾ, കാരണം ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു. കാരണം ചിലപ്പോൾ പ്രത്യേക കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലൊക്കെ ചിലപ്പം മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ സർക്കാർ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം അവശിഷ്ടങ്ങളെങ്കിലും കിട്ടിയാൽ ഒരുപക്ഷെ അത് DNA പരിശോധനയിലൂടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ
അവരുടെ DNA പരിശോധന നടത്തുക. നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ പുത്തുമലയിലൊക്കെ സംസ്കരിക്കുമ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങളാണ് സംസ്കരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആളെ തിരിച്ചറിയുക, അങ്ങനെ ഒരു ഭഗീരഥ പ്രയത്നം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നദീതീരങ്ങൾ കേന്ദ്രീകരിച്ച്, കാരണം മൃതദേഹങ്ങൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നദീതീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് ആർമിയുടെ സഹായം തേടിയിരിക്കുന്നത്. പിന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യം ഒരാഴ്ച കഴിഞ്ഞു. പക്ഷേ അതിനുള്ള സാധ്യത കൂടി അവസാനവട്ട ശ്രമം കൂടി സർക്കാർ നടത്തുകയാണ്. 8 മണിയോടുകൂടി ഹെലികോപ്റ്റർ ഇവിടെ വരും. അവിടുന്ന് ഇവിടെ സംഘാംഗ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ സംഘാംഗങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഈ ഫോറസ്റ്റിൻ്റെ വാച്ചേഴ്സുണ്ട്, പ്രത്യേകിച്ച് ഈ വനമേഖലയാണ് ഇവിടെ, അവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ ഒരു തെരച്ചിലുമായിട്ട് ആർമി മുന്നോട്ട് പോകുന്നത്.